നമുക്കറിയാം, ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളെ അറിയുവാൻ നമുക്ക് 3 വഴികളാണുള്ളത്. ഒന്നാമത്തെ വഴി ശ്രുതിയാണ്, രണ്ടാമത് യുക്തിയാണ്, മൂന്നാമത് അനുഭവമാണ്. നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്ന ആരും തന്നെ ഗുരുവിനെ കണ്ടിട്ടില്ല. ഉണ്ടോ? ഇല്ല. പക്ഷേ കേട്ടു, അല്ലേ? അതെങ്ങനെ കേട്ടു? ആദ്യം തന്നെ ഗുരുവിൻ്റെ ഓട്ടോബയോഗ്രഫി എന്ന് നമ്മൾ പറയുന്ന ഈ ഗുരുദേവ കൃതികളിലൂടെ നമ്മൾ അറിഞ്ഞു, കേട്ടു. പിന്നെയോ ഗുരുവിൻ്റെ സന്യസ്ത ശിഷ്യന്മാരും ഗൃഹസ്ഥ ശിഷ്യന്മാരും നമുക്ക് പറഞ്ഞു തന്നത് അത് നമ്മൾ കേട്ടു. പിന്നീടോ അതാണ് ശ്രുതി എന്ന് പറഞ്ഞത്, കേട്ടുള്ള അറിവ്. പിന്നീട് നമ്മൾ അറിഞ്ഞത് എങ്ങനെയാ? കേട്ടാൽ മാത്രം ഒരു കാര്യം നമ്മൾ വിശ്വസിക്കുമോ? ഇല്ല. അത് ശരിയാണോ എന്ന് യുക്തിപൂർവ്വം നമ്മളൊന്ന് ചിന്തിക്കും, അല്ലേ? അതാണ് യുക്തി എന്ന് പറയുന്നത്, ശരിയാണോ എന്നുള്ള ചിന്ത. അതാർക്ക് മാത്രമേ ഉള്ളൂ? മനനം ചെയ്യുവാൻ കഴിവുള്ള മനുഷ്യന് മാത്രം. അതുകൊണ്ട് ഈ ഭൂമിയിൽ എത്ര ജന്മമെടുത്താലും ഈ മനുഷ്യജന്മം എന്ന് പറയുന്ന ഉത്കൃഷ്ട ജന്മത്തിൽ മാത്രം ലഭിക്കുന്ന ഒരു പുണ്യമാണ് എന്ത്? ധാർമ്മികമായി ഈശ്വരനെ അറിഞ്ഞുള്ള ജീവിതം എന്ന് പറയുന്നത്. ആ ഈശ്വരനെ അറിയുവാനുള്ള ഒരു മാർഗം ശ്രുതിയാണെങ്കിൽ മറ്റൊരു മാർഗം യുക്തിയാണ്, മൂന്നാമത്തത് അനുഭവമാണ്. മൂന്നാമത്തെ മാർഗത്തിൽ അറിഞ്ഞവരായിരിക്കാം ഈ ഇരിക്കുന്നവർ ഭൂരിപക്ഷവും എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഉൾപ്പെടെയുള്ള സാധാരണക്കാരായ ജനത ഗുരുവിനെ അനുഭവത്തിലൂടെ അറിഞ്ഞവരാണ്, അല്ലേ? ഇവിടെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞതുപോലെ എൻ്റെ ജീവൻ, എൻ്റെ ജീവിതം ഞാനില്ല, ഇത് ഗുരു തന്ന ഒരു ജീവിതമാണ്. ഈ ഒരു ജീവിതത്തിലൂടെ ഞാൻ എൻ്റെ ഗുരുവിനെ അറിഞ്ഞില്ല എങ്കിൽ, അറിഞ്ഞതിനെ ഞാൻ പകർത്തിയില്ല എങ്കിൽ എങ്ങനെയുള്ള ജീവിതമായിരിക്കും ഞാൻ? നന്ദിയില്ലാത്തവളായി മാറുന്ന ഒരു വ്യക്തി. അപ്പോൾ മനുഷ്യന് എപ്പോഴും എന്തുണ്ടാവണം എന്നാണ് ഗുരു പറഞ്ഞത്? നന്ദി ഉണ്ടാവണം, അല്ലേ? നന്ദിയോടുകൂടി നാം ഈശ്വരനെ സ്മരിക്കണം. ഈശ്വരൻ തന്ന ഈ മഹാജ്ഞാനം അല്ലെങ്കിൽ ഈ മഹാനുഭവം നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള അവസരം. ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നാം ഒന്ന് ആലോചിക്കണം, നമുക്ക് ഒന്നുമില്ല എന്ന് കേൾക്കുവാൻ മാത്രമേ നമ്മളുടെ ചെവികൾക്ക് സാധിക്കുന്നുള്ളൂ. എന്തെങ്കിലും നന്മ കേൾക്കുവാൻ സാധിക്കുന്നുണ്ടോ? എല്ലാവരും പറയുമ്പോൾ എങ്ങനെയാ? മറ്റുള്ളവരെ കമ്പയർ ചെയ്ത് പറയും, ശോ അവരെ പോലെ എനിക്കില്ലല്ലോ എന്ന് പറയുമ്പോൾ മനോഹരമായ ഭൂമിയും ഈ ഭൂമിയിൽ ജീവിക്കുവാൻ പൊന്നപ്പൻ അന്ന് എത്ര വാതിലുകൾ ഇട്ടു തന്നു? നമുക്ക് എത്ര വാതിലുകൾ ഇട്ടു തന്നു? 5 വാതിലുകൾ, അല്ലേ? അങ്ങനെ ആ 5 വാതിലുകൾ ഇട്ടു തന്നുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ 5 വാതിലുകളും വിശാലമായി തുറക്കാതെ, അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഈ 5 വാതിലുകളും നാം വിശാലമായി തുറക്കാതെ ഗുരു പറഞ്ഞു തന്ന മാർഗത്തിലൂടെ ആ വാതിലുകളെ വേണ്ട വിധത്തിൽ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴാണ് നാം എത്തേണ്ടിടത്ത് എത്തുന്നത്. എവിടെ എത്തണമെന്നാണോ ഗുരു പറഞ്ഞത്? ഗുരുവിൻ്റെ ഗദ്യപ്രാർത്ഥന നമ്മൾ വായിക്കുമ്പോൾ ഗുരു പറയുകയാണ്, ഈ ലോകവാസം കഷ്ടപ്പാട് കൂടാതെ കഴിഞ്ഞു കൂടുകയും ഒടുവിൽ നിന്റെ പരമപദം പ്രാപിക്കുകയും ചെയ്യണം. വേണ്ടേ? അപ്പം നമ്മളുടെ എല്ലാം ലക്ഷ്യം എന്താണ്? പരമപദം പ്രാപിക്കണം. വെറുതെ പരമപദം പ്രാപിക്കാൻ സാധിക്കുമോ? ഇല്ല. അതുകൊണ്ട് ഈ വാതിലുകൾ അടയ്ക്കേണ്ടിടത്തൊക്കെ അടച്ചു വെച്ച് തുറക്കേണ്ട സ്ഥലങ്ങളിൽ മാത്രം തുറന്നു വെച്ചുകൊണ്ട് ആ വാതിലുകളിലൂടെ കിട്ടുന്ന നന്മകളെല്ലാം ഹൃദയത്തിൽ സ്വരൂപിച്ചുകൊണ്ട് ഈ ഹൃദയത്തിൽ സ്വരൂപിച്ച നന്മകളെയെല്ലാം ലോകത്തിന് പകർത്തിക്കൊണ്ട് ജീവിക്കുമ്പോഴാണ് നാം ഗുരു പറഞ്ഞ രീതിയിലുള്ള ജീവിതത്തിന് ഉടമകളായി മാറുന്നത്. അപ്പം അങ്ങനെ ഒരു നല്ല ജീവിതം ലഭിക്കുവാനായിട്ട് ജ്ഞാനസ്വരൂപനായ ഗുരുവിനെ നമ്മളൊന്ന് അറിയണം, അല്ലേ? ഗുരു ആരാണ്? ഗുരു സാക്ഷാത്
പരബ്രഹ്മം. അല്ലേ? ആരാ ഇത് പറഞ്ഞു തന്നത്? ലോകത്തോട് ആദ്യമായി വിളിച്ചു പറഞ്ഞത് ആരാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? ആരാണ്? ശിവലിംഗദാസ സ്വാമികൾ. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ ആദ്യത്തെ സന്യസ്ത ശിഷ്യനായ ആരാ? ശിവലിംഗദാസ സ്വാമികൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞ കാര്യം എങ്ങനെയാണ്? ഓം ബ്രഹ്മണേ മൂർത്തിമതേ ശ്രിതാനാം ശുദ്ധിഹേതവേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എന്താ പറഞ്ഞു തന്നത്? ഓം ബ്രഹ്മണേ മൂർത്തിമതേ, പരബ്രഹ്മം മൂർത്തിരൂപം പ്രാപിച്ചവനെ. വെറുതെ പറഞ്ഞതാണോ? അല്ല. ഗുരുവിനോട് ചേർന്ന് നടന്ന് നമുക്ക് വളരെ കാര്യങ്ങളൊന്നും പറയാൻ ഈ ഒരു അല്പസമയത്ത് അല്പമേ സമയമുള്ളൂ. അതുകൊണ്ട് ചരിത്രങ്ങളിലേക്കൊന്നും കടക്കാതെ നമ്മളുടെ കുറച്ച് കാര്യങ്ങൾ മാത്രം നാം പറയാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഗുരുവിനോട് ആദ്യം ചേർന്ന ആ 16 വയസ്സുകാരനായ ബാലൻ ഗുരുവിനോട് ചേർന്ന് ശയിച്ചു, ഗുരുവിനോട് ചേർന്ന് നശിച്ചു, ഗുരുവിനോട് ചേർന്ന് നടന്നു. ഗുരുവിനെ സമ്പൂർണമായി അറിഞ്ഞിട്ട് ലോകത്തോട് പറഞ്ഞു കൊടുത്ത കാര്യമാണ് ഓം ബ്രഹ്മണേ മൂർത്തിമതേ ശ്രിതാനാം ശുദ്ധിഹേതവേ. എന്താ പറഞ്ഞത്? ആശ്രയിക്കുന്നവർക്ക് ശുദ്ധിയെ പ്രദാനം ചെയ്യുന്ന ആളാണ് ആര്? ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ. നാരായണ യതീന്ദ്രായ, യതികളിൽ ഇന്ദ്രനായ നാരായണ, തസ്മൈ ശ്രീ ഗുരവേ നമഃ. എന്താണ്? ആ പാതാരവിന്ദങ്ങളിൽ നമസ്കാരം എന്ന് പറഞ്ഞല്ലേ?